ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണീയം 6-ാം ദശകം. വിരാട് സ്വരൂപ വർണ്ണനം. 7-ാം ശ്ലോകം. പൃഷ്ടന്തധർമ്മ ഇഹ ദേവ മനഃസുധാംശു അവ്യക്തമേവ ഹൃദയാംബുജമംബുജാക്ഷ കുക്ഷിഃ സമുദ്രനിവഹാ വസനം തു സന്ധ്യേ ശേഭ പ്രജാപതിരസൗ വൃഷണൗ ച മിത്ര. അല്ലയോ അംബുജാക്ഷനായ ഭഗവാനെ, അവിടുത്തെ പൃഷ്ഠം അധർമ്മമാകുന്നു, അവിടുത്തെ മനസ്സ് അമൃതകിരണനാകുന്നു, അവിടുത്തെ ഹൃദയം ഈ അവ്യക്ത പ്രകൃതിയാകുന്നു, അവിടുത്തെ വയറ് സമുദ്രങ്ങളും വസ്ത്രങ്ങൾ പ്രഭാത സായം സന്ധ്യകളുമാകുന്നു, അവിടുത്തെ ലിംഗം പ്രജാപതിയായ ബ്രഹ്മാവാകുന്നു, അവിടുത്തെ വൃഷണങ്ങൾ സൂര്യനുമാകുന്നു. 8-ാം ശ്ലോകം. ശ്രോണിസ്ഥലം മൃഗഗണാപതയോർനഖാസ്തേ ഹസ്ത്യുഷ്ട്രസൈന്ധവമുഖാഗമനം തു കാല വിപ്രാതിവർണഭവനം വദനാബ്ജബാഹു ചാരൂരുയുഗ്മചരണം കരുണാംബുധേതേ. കരുണാവാരിധിയായ ഭഗവാനെ, അവിടുത്തെ അരക്കെട്ട് മൃഗസമൂഹങ്ങളാകുന്നു, അവിടുത്തെ പാദത്തിലെ നഖങ്ങൾ ആന, ഒട്ടകം, കുതിര മുതലായവയും അവിടുത്തെ നടത്തകാലവുമാകുന്നു, അവിടുത്തെ മുഖം, ബാഹുക്കൾ, തുടകൾ, ചരണങ്ങൾ എന്നിവയാകട്ടെ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നീ ജാതികളുടെ ഉൽപ്പത്തിസ്ഥാനവുമാകുന്നു. 9-ാം ശ്ലോകം. സംസാരചക്രമയി ചക്രധരക്രിയാസ്തേ വീര്യം മഹാസുരഗണോസ്ഥി കുലാനി ശൈല നാട്യസരിത്സമുദയസ്ഥവരശ്ശരോമ ജിയാദിതം വപുരനിർവചനീയമീശ. അല്ലയോ ചക്രധാരിയായ ഭഗവാനെ, അവിടുത്തെ ക്രിയകൾ സംസാരചക്രമാകുന്നു, അവിടുത്തെ പരാക്രമം മഹാസുരഗണമാകുന്നു, അവിടുത്തെ അസ്ഥിസമൂഹം പർവ്വതങ്ങളും നാഡികൾ നദീസമൂഹങ്ങളും രോമം വൃക്ഷങ്ങളുമാകുന്നു. നിർവചനങ്ങൾക്കെല്ലാം അതീതമായ ഈ ശരീരം ജയിക്കുമാറാകട്ടെ. 10-ാം ശ്ലോകം. ഈദൃഗ്ജഗന്മയവപുസ്തവ കർമ്മഭാജാം കർമാവസാനസമയേ സ്മരണീയമാഹു തസ്യാന്തരാത്മവപുഷേ വിമലാത്മനേതേ വാതാലയാധിപ നമോസ്തു നിരുന്ധിരോഗാൻ. ഇപ്രകാരം ജഗന്മയമായ അവിടുത്തെ ശരീരം കർമ്മങ്ങളെ ആശ്രയിക്കുന്നവർക്ക് കർമ്മങ്ങളുടെ അവസാനം സ്മരണീയമാണെന്ന് പറയപ്പെടുന്നു. അല്ലയോ ഗുരുവായൂരപ്പ, വിശ്വമൂർത്തിയായ വിരാട് രൂപത്തിൻ്റെ അന്തരാത്മാവായ നിർമ്മലാത്മാവേ, അവിടുത്തേക്ക് നമസ്കാരം. അടിയന്റെ രോഗങ്ങളെ ഇല്ലാതാക്കണേ. ഹരേ കൃഷ്ണ.